നമ്മളിപ്പോ ഈ പാലം കയറി ചെല്ലുന്നത് എറണാകുളം ജില്ലയിലെ ഞാറക്കലുള്ള മത്സ്യഫെഡിന്റെ അക്വാ ടൂറിസം സെന്ററിലേക്കാണ്. ഇതിനകത്ത് കയാക്കിംഗ് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, കുട്ടവഞ്ചി ഉണ്ട്, അതുപോലെ സോളാർ ബോട്ടുണ്ട്. ഇങ്ങോട്ട് എൻട്രി പാസ് എടുക്കുമ്പോൾ ഇതെല്ലാം ചേർത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. മീൻചാട്ടം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു സർവീസ് ഇറങ്ങണം. ബോട്ടോ കുട്ടവഞ്ചിയോ അല്ലെങ്കിൽ സോളാർ ബോട്ടോ എടുത്ത് നമ്മൾ ഈ കാണുന്ന കായലിൽ നമ്മൾ അല്പദൂരം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂമീൻ ചാട്ടം കാണാൻ കഴിയുന്നതാണ്. പെഡൽ ബോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എൻട്രൻസിൽ തന്നെ വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലവും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അല്പം ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന് തൊട്ടടുത്തുള്ളൊരു ഡെസ്റ്റിനേഷനിൽ ഉള്ളൊരു വീഡിയോ ഞാൻ ഉടനെ കാണിക്കുന്നുള്ളത്. ആ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിനു മുമ്പ് ഞാൻ കാണിച്ച ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഇതുപോലെയൊക്കെ തന്നെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഇവിടെ വന്നത്. സോളാർ ബോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കുട്ടവഞ്ചിയിൽ ആരും കയറിയതായിട്ട് കണ്ടില്ല. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് ഉച്ച സമയമായിരുന്നു, നല്ല വെയിലും ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ കാലി ടിന്നുകൾ ഡബ്ബകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ട് അതിന് മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട്. ഇവിടെ തന്നെ നല്ല ക്യാൻറ്റീനുണ്ട്. ഭക്ഷണമെല്ലാം ഇവിടെ കിട്ടും. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത്. ഇവിടെ നിന്ന് തന്നെ പിടിക്കുന്ന മീൻ കൊണ്ടുണ്ടാകുന്ന കറിയും ഫ്രൈ എല്ലാമാണ് ഇവിടെ കിട്ടുന്നത്. വളരെ മനോഹരമായൊരു സ്ഥലമാണിത്. വെക്കേഷനെല്ലാം കുട്ടികളെ ഫാമിലിയായും ആയി വന്ന് ആസ്വദിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് തന്നെ ചൂണ്ടയെല്ലാം കിട്ടും. നമുക്ക് പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ പിടിക്കുന്ന മത്സ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ കാശ് നമ്മൾ ഇവിടെ അടച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമ്മൾ പിടിച്ച ഫ്രഷ് ആയിട്ടുള്ള പിടിച്ച മീൻ നമുക്ക് തന്നെ കൊണ്ടുപോകാം. കുറേ ആളുകളെല്ലാം ചൂണ്ടയും വാങ്ങി മീൻ പിടിക്കാൻ പോകുന്നതും കണ്ടു. ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് ഞാൻ അല്പ ദൂരം നടന്നു നിന്നു.
പലരും അവിടെ നിന്ന് ചൂണ്ടയിടുന്നതായിട്ട് കണ്ടു. അല്പനേരം അവിടെ നിന്നതിന് ശേഷം ഞാൻ തിരിച്ചു നടന്നു. കാരണം നല്ല വെയിലായിരുന്നു. അങ്ങോട്ട് വരുന്ന വഴിയെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് റോഡ് ട്രിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ഫുൾ റോഡ് ട്രിപ്പ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ റോഡ് ട്രിപ്പ് വീഡിയോസ് കാണുക. ഇങ്ങോട്ട് എത്തേണ്ട വഴി കൃത്യമായിട്ട് റോഡ് ട്രിപ്പ് വഴി കാണാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ തന്നെ എളുപ്പം എത്താവുന്നതാണ്. ഇവിടെ നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അവിടെ കയറി ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അല്പനേരം ഇവിടെ വിശ്രമിച്ചു. കുട്ടികളുമായി വന്നതുകൊണ്ട് ഞങ്ങൾ വെയിൽ വളരെ അതിശക്തമായ വെയിലുള്ളതുകൊണ്ട് ഞങ്ങൾ ഭൂമിയും ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് ബോട്ട് യാത്ര വേണ്ടെന്ന് വെച്ചു. പലതരത്തിലുള്ള പങ്കായങ്ങളാണ് ഇവിടെ കാണുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അല്പം കൂടി സൗകര്യം. ഇവിടെ വെയിലെല്ലാം അല്പം കുറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചൂണ്ടയുമായി പോകുന്ന ഒരാൾ മീൻ പിടിച്ചു വരുന്നത് കണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുകയാണ്. ഈ റോഡിന്റെ മറുസൈഡിലായിട്ടാണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. വിവിധം വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെയുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.